ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനമെന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ഷെമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. ഈശോ അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവിടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. സ്നേഹമുള്ള സഹോദരരെ, നമ്മൾ ഈ വേദിയിൽ ഈ നാളുകളിൽ നമ്മൾ ജെറിക്കോ പ്രാർത്ഥന വഴി എങ്ങനെയാണ് നമ്മളുടെ ഭൗതികമായ സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കേണ്ടത്, പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്ന് അവകാശം വിടുതൽ നേടിയെടുക്കേണ്ടത് ചിന്തിക്കുകയാണ്. ജെറിക്കോ പ്രാർത്ഥനയുടെ 4 ഘടകങ്ങൾ നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞു. അതിനകത്ത് ഒന്നാമത്തെ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എടുക്കുക. നമ്മളത് ദിവികാരുണ്യ സ്വീകരണം വഴിയായിട്ടാണ് അത് നമുക്ക് ഏറ്റവും കരുത്തോടുകൂടി സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു കഴിഞ്ഞ അവസരങ്ങളിലൊക്കെ. രണ്ടാമത്തെ കാര്യം, കാഹളധ്വനി സദാ മുഴങ്ങട്ടെ എന്ന് ജോഷുവ പറഞ്ഞ് ഈ പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളം പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുൻപിലും പിറകിലും നടക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അതാണ്. ഇത് നമുക്ക് ഇന്ന് ജെറിക്കോ പ്രാർത്ഥന നടത്തുവാനായിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒന്നാമത്തെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. വാഗ്ദാന പേടകം എടുക്കുന്നു, ആ വാഗ്ദാന പേടകത്തെ ആദരവോടെ കൊണ്ടുപോകുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ വാഗ്ദാന പേടകത്തിലുള്ളത് കർത്താവിൻ്റെ തിരുസാന്നിധ്യമാണ്. നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്, ഈ പുരോഹിതന്മാർ കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നടന്നു എന്നാണ് വായിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ നടന്നു. കർത്താവ് എപ്പോഴാണ് അവിടെ വന്നത്? ഇവർ വാഗ്ദാന പേടകമല്ല എടുത്തിരിക്കുന്നത്. എവിടെയാണ് കർത്താവ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. ആ വാഗ്ദാന പേടകത്തിൽ അവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. എടുത്തിരിക്കുന്ന രൂപക്കൂട്, അതിലുള്ള 2 കല്ല് പലകകൾ, അതിലൊക്കെ ഉപരിയായിട്ട് അവർക്കവിടെ ദൈവസാന്നിധ്യമാണ്. ആ ദൈവസാന്നിധ്യമായിട്ട് പോകുമ്പോൾ ആ ദൈവസാന്നിധ്യത്തെ ആദരവോടെ ദൈവസാന്നിധ്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് നീങ്ങുക. അതാണ് ഈ കാഹളധ്വനി വഴി അവരുദ്ദേശിക്കുന്നത്. അത് അവരുടെ ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തോടുള്ള ആദരവ്, ഒപ്പം തമ്പുരാൻ്റെ പക്കലുള്ള പ്രാർത്ഥന. ഈ ആദരവാണ് അവർ ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയായിട്ട് പ്രകടിപ്പിക്കുന്നത്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് കാഹളധ്വനി മുഴക്കിക്കൊണ്ടും പിന്നീട് അവർ നീങ്ങുമ്പോൾ ഉച്ചത്തിൽ ആർത്ത് വിളിച്ചുകൊണ്ടും തമ്പുരാനെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തെ ദൈവമായിട്ട് ആദരിച്ചും ആരാധിച്ചും അവർ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇത് നമ്മൾ ജെറിക്കോ പ്രാർത്ഥന നടത്തുമ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തമ്പുരാൻ്റെ സാന്നിധ്യം ആദരവോടുകൂടെ സംവഹിക്കാൻ നമുക്ക് സാധിക്കുക. രണ്ടാമത്തേത്, തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങാനായിട്ട് സാധിക്കുക. ഇതിലൊന്നാമത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചിന്തിക്കാം. എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പഴയ കഥ, ഞാൻ കൊച്ചായിരിക്കുമ്പം കേട്ടിട്ടുള്ള കഥയാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം. ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ദരിദ്ര കുടുംബം, ഒരമ്മയും മോനും മാത്രം. അമ്മ വിധവ. ഒത്തിരി കഷ്ടപ്പെട്ട് അവർ ജീവിക്കുന്നു. ഈ മകൻ പഠിക്കാൻ മിടുക്കൻ, നന്നായിട്ട് പഠിച്ചു, അമ്മ അവനെ പഠിപ്പിച്ചു.
അങ്ങനെ അവന് പഠിച്ച് മിടുക്കനായി ഒരു ജോലി കിട്ടുകയാണ് അവന്. അന്നത്തെ കാലത്ത് ഒരു 10-50 വർഷം മുമ്പുള്ള കാലഘട്ടം ഓർമ്മിക്കുക. വിദേശത്ത് അമേരിക്ക എന്ന് വിചാരിക്കുക. അമേരിക്കയിൽ ജോലി കിട്ടി. നാട്ടുകാർക്കെല്ലാം ഒരു സന്തോഷമായി, ആ കുടുംബം രക്ഷപ്പെടട്ടെ. അങ്ങനെ അവന് അമ്മയുടെ യാത്ര പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പോകാൻ നേരം എല്ലാവരും പറഞ്ഞു, മോനെ, അമ്മ പറഞ്ഞു, മോനെ, വീട്ടിലെ കാര്യമൊക്കെ ഓർക്കണം, നമുക്ക് കടമുണ്ട്, ഒത്തിരി വീടില്ല, ഈ കടമെല്ലാം വീട്ടണം. അവിടെ മോനെ അവിടുത്തെ ഉത്തരവാദിത്തമായിട്ട് ജോലി ചെയ്യണം, പൈസ ഒന്നും നഷ്ടപ്പെടുത്തരുത്, പണമെല്ലാം അയച്ചു തരണം, നമുക്ക് കടമെല്ലാം വീട്ടി വീടൊക്കെ പണിത് എന്നിട്ട് വേണം നിനക്ക് കല്യാണം കഴിക്കാൻ. അതെല്ലാം അവന് ഉത്തരവാദിത്തമായിട്ട് ഏറ്റ് അങ്ങനെ സന്തോഷമായിട്ട് യാത്ര പറഞ്ഞ് പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ, ഇന്നത്തെ പോലെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, 2 മാസം കഴിഞ്ഞപ്പം ഒരു കത്ത് വരികയാണ്. ആ കത്തിനകത്ത് അവൻ എഴുതി, അമ്മേ, ഞാനിവിടെ യാത്ര സുഖമായിട്ട് എത്തി, ജോലിയിൽ പ്രവേശിച്ചു, എല്ലാം ഭംഗിയായിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എഴുതി, ഞാൻ താമസിയാതെ അമ്മയ്ക്ക് പണം അയച്ചു തരാം, അമ്മ സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. അമ്മയ്ക്ക് ഈ കത്ത് വായിക്കാൻ അറിഞ്ഞുകൂടാ. മോൻ്റെ കത്ത് കിട്ടുമ്പോഴേ അമ്മ പുസ്തകം കൊണ്ട് തരുമ്പോഴേ അമ്മ അത് ആവശ്യത്തോടെ വാങ്ങിക്കും, അത് തുറക്കും, നോക്കും, എന്നിട്ട് അതുമായിട്ട് അയൽവക്കത്തെ വീട്ടിൽ ഓടിച്ചെല്ല് അവിടെയുള്ള ആൾക്കാരെ കാണിച്ചിട്ട് വായിക്കുന്നത്. വീട് 2 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത കത്ത് വന്നു. അമ്മയത് ആവശ്യത്തോടെ അത് വാങ്ങിച്ച് തുറന്നു പൊട്ടിച്ചു. അതിനകത്ത് കത്തുണ്ട്, കുറച്ച് പടമുണ്ട്. ഈ പടം അമ്മ തിരിച്ചും മറിച്ചും നോക്കി, എന്നിട്ട് അവിടെ ഇട്ടു. എന്നിട്ട് മോൻ തന്ന പടമല്ലേ മെച്ചപ്പെടുത്തിരിക്കട്ടെ. എന്നിട്ട് അമ്മ അടുത്ത വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് കത്ത് വായിപ്പിക്കുകയാണ്. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ജോലിയിൽ തുടരുന്നു അമ്മേ, ശമ്പളം കിട്ടി, ഞാൻ അമ്മയ്ക്ക് പണം അയക്കുന്നു, അമ്മ സന്തോഷമായിട്ടിരിക്കണം, കടമൊക്കെ വിട്ടണം, അങ്ങനെ പറഞ്ഞ് കത്ത് എഴുതിയിരിക്കുകയാണ്. പക്ഷേ ആൾക്കാർ ചോദിച്ചു, അമ്മേ, എന്നിട്ട് ചേട്ടത്തി പണമൊന്നും അയച്ചിട്ടില്ല, രൂപയൊന്നും അയച്ചിട്ടില്ലേ? അമ്മ പറഞ്ഞു, രൂപയൊന്നും അയച്ചിട്ടില്ല, അവൻ ചേട്ടൻ പടമൊക്കെ അയച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ആൾക്കാർ അവിടുത്തെ എന്ത് പറ്റി? എന്നാൽ പടം വേറെ വഴിക്ക് വരുമായിരിക്കും. വീണ്ടും മാസങ്ങൾ കടന്നു പോയി, ഇതുവരെ കത്തുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, പക്ഷെ പണം മാത്രം വന്നില്ല. ആൾക്കാരോർത്തു, ഈ മോൻ എന്ത് പണിയായി കാണിക്കുന്നത്? ഈ തള്ള കടഞ്ഞെരുങ്ങുകയാണല്ലോ. അവരിപ്പോഴും അയൽവക്കത്ത് പോയി യാചിച്ച് ആണ് കാര്യം നടത്തുന്നത്. ഒരിക്കലും ഈ തലയ്ക്ക് വല്ലാത്ത അസുഖമായി ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥയായി. അവശതയിൽ കിടക്കുമ്പോൾ അവരെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് അയൽവക്കത്തെ സ്ത്രീകളൊക്കെ വന്ന് ഒരുക്കുകയാണ്. അപ്പോൾ ആ നാട്ടിലുള്ള അയൽവക്കത്തുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ കത്ത് വായിക്കുന്ന മനുഷ്യനായിരിക്കാം, ഈ വീട്ടിൽ വന്ന് കയറി. അങ്ങനെ ഈ വീട്ടിൽ വന്ന് കയറി ഈ ഒരുക്കമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണുകൾ അവിടെ ഈ മേശപ്പുറത്ത് ചെതറിക്കിടക്കുന്ന ഡോളർ നോട്ടുകളിൽ പതിയുകയാണ്. മേശപ്പുറത്ത് ഒരുപാട് ഡോളർ നോട്ടുകൾ, ചില നോട്ടുകളൊക്കെ ഇങ്ങനെ കീറി കുത്തി കുറിച്ചിട്ടിരിക്കുന്നു, ചിലതൊക്കെ ഭിത്തിയൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ എടുത്തു നോക്കി, അത് വലിയ വിലയുള്ള ഡോളർ നോട്ടുകളാണ്, 100-ൻ്റെയും 500-ൻ്റെ ഒക്കെ നോട്ടുകൾ. ഈ മനുഷ്യൻ ആപ്പടെ സ്തബ്ധനായി. ഈ അമ്മയെ തോണ്ടി വിളിച്ച് ഈ മനുഷ്യൻ ചോദിച്ചു, അമ്മേ, ഇതെന്താ ഇതെന്നതാ ഇത്? അമ്മ ഇത് കണ്ടില്ലേ? അമ്മ ക്ഷീണിച്ചാണെങ്കിൽ കണ്ണ് തുറന്ന് പയ്യെ നോക്കിയിട്ട്, എന്നതാ മോനെ ഇത് നോക്കിക്കുക അമ്മേ, ഇതെന്താ ഇത്? അത് നോക്കിയിട്ട് അമ്മ പറയുകയാണ്, മോനെ, അത് പടമല്ലേ, അതെൻ്റെ മോൻ എപ്പോഴും ഇങ്ങനെ പടം അയച്ചു തരും, എല്ലാ കത്തിലും ഇങ്ങനെ പടം അയക്കുക, എല്ലാം ഒരു കൂട്ട പടം തന്നെ അയക്കുന്നത്, മോന് വേണേൽ കുറേ എടുത്തു. ഞാനിതൊരു പൊട്ടക്കഥ പോലെ കഥയാണെങ്കിൽ പോലും അതിനകത്തൊരു ഒരു വലിയ കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഈ ഒരുത്തി പറഞ്ഞാൽ ആ നാട് മുഴുവൻ വാങ്ങിച്ചെടുക്കാൻ മാത്രമുള്ള പണമാണ് ആ മോൻ അയച്ചു കൊടുത്ത് ഈ തള്ളയുടെ വീട്ടിൽ വന്ന് കിടക്കുന്നത്. പക്ഷേ ഈ ഡോളർ നോട്ടിനെ വെറും പടമായിട്ട് കരുതി ഈ അമ്മ സ്വീകരിച്ചപ്പോൾ, പരിഗണിച്ചപ്പോൾ, ഈ പടം കാണുന്ന ഉപകാരമേ ആ അമ്മയ്ക്ക് ഉണ്ടാകുന്നുള്ളൂ. ഡോളർ നോട്ടിനെ ഡോളർ നോട്ടായിട്ട് പരിഗണിച്ചെങ്കിൽ മാത്രമേ ഡോളർ നോട്ട് വഴി കിട്ടാവുന്ന സാമ്പത്തിക കരുത്ത് ആ അമ്മയ്ക്ക് ഉണ്ടാകുമായിരുന്നുള്ളൂ. അത് അമ്മയ്ക്ക് സാധിക്കാതെ പോയി. ഞാൻ ഈ പൊട്ടക്കഥ പറഞ്ഞത്, ഈ ഈശോ പറയുകയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 41-42 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുമ്പോഴാണ് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കുക. ശിഷ്യനെ ശിഷ്യനെന്ന രീതി സ്വീകരിക്കുമ്പോൾ ശിഷ്യൻ്റെ പ്രതിഫലം ലഭിക്കുക. പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കണം, ഡോളർ നോട്ടിനെ ഡോളർ നോട്ടായിട്ട് സ്വീകരിക്കണം. ഡോളർ നോട്ടിനെ പടമായിട്ട് കണ്ട് പരിഗണിച്ചപ്പോൾ ആ അമ്മയ്ക്ക് പടം കാണുന്ന ഉപകാരം ഉണ്ടായുള്ളൂ, ഡോളർ നോട്ട് കിട്ടുന്നതിന് ഉപകാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെ. ഇപ്പം നമ്മൾ വായിച്ച് കേട്ട വചനഭാഗത്ത് സ്വന്തം നാട്ടിലെത്തുന്ന ഈശോ, സ്വന്തക്കാർ നോക്കുമ്പോൾ, സ്വന്തം നാട്ടുകാർ ആൾക്കാർ നോക്കുമ്പോൾ ഈശോ ആരാ? ആ അയൽപക്കത്തെ തച്ചനായ യോസേപ്പിൻ്റെ മകൻ, തച്ചൻ, കൊച്ചു തച്ചൻ. അതിനപ്പുറമൊന്നും അവർക്കൊരു മീച്ചം തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ വായിക്കുകയാണ്, അവനിൽ ഇടറി. അതുകൊണ്ട് ഈശോയ്ക്ക് എന്ത് സംഭവിച്ചു? അവിടെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ
ദൈവപുത്രനായിരിക്കുന്ന ഈശോയെ തച്ചനായിട്ട് ഈ പറഞ്ഞ നാട്ടുകാർ കണ്ടപ്പോൾ ദൈവപുത്രൻ വഴി കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ, കരുത്ത് അവർക്ക് കിട്ടുന്നില്ല. അത് ബ്ലോക്കായി. അതിനു പകരം ഒരു തച്ചൻ വന്നിരിക്കുന്നു. തച്ചൻ്റെ മോൻ വന്നിട്ടുണ്ട്. അവർക്ക് വേണേൽ വല്ല സ്റ്റൂളിൻ്റെ കാലൊടിഞ്ഞു പോയതോ മേശയുടെ കാലം ഇളകിയതൊക്കെ ഉറപ്പിക്കാം. അതിന് വേണമെങ്കിൽ ഈശോയ്ക്ക് സമയമുണ്ടെങ്കിൽ ഈശോയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതിനപ്പുറം ഈശോയെ കൊണ്ട് ഉപകാരം ഒന്നുമില്ല. യഥാർത്ഥ സ്നേഹമുള്ള സഹോദരൻ, ഇത് രണ്ടാം പ്രമാണത്തിൻ്റെ ഒരു തലമാണ്. രണ്ടാം പ്രമാണം നമ്മൾ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കുമ്പം ദൈവത്തിന് അനാദരവാണ്, ദൈവത്തെ അവഹേളിക്കുകയാണ്, ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കായികയാണ്. അത് ചെയ്യരുത് എന്ന് ദൈവത്തിന് കൊടുക്കേണ്ട ആദരവിനെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രമാണമല്ല അത്. പ്രഥമത അങ്ങനെയാണ്. ഒപ്പം എന്താണ്, ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുതെന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ആ പേര് നാമം മാത്രമല്ല, ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, കർമ്മങ്ങൾ, ദുർകർമ്മങ്ങൾ, പ്രാർത്ഥന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നവയാണ്. അവയെ നമ്മൾ ദൈവികമായ ആദരവോടുകൂടി സമീപിച്ചെങ്കിലേ അവയിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് ഒരു വളരെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായ ഭവിഷ്യത്തുകളുള്ള, അല്ലെ സ്വാധീനങ്ങളുള്ള, അർത്ഥതലങ്ങളുള്ള ഒരു വ്യാഖ്യാനവും കൂടെ രണ്ടാം പ്രമാണത്തിന് ഉണ്ട്. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നവ, അത് നമുക്ക് ദൈവം തന്നെ നമ്മിലേക്ക് ഇറക്കിത്തരാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്നതാണ്. സഭ ശ്ലൈഹികമാണ് എന്ന് പറയുമ്പോൾ ശ്ലീഹന്മാരിൽ അടിസ്ഥിതമിട്ടതാണ്, അപ്പസ്തലന്മാരെ സ്ഥാപിതമാണ്, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾക്ക് ഒപ്പം തന്നെ മറ്റൊരർത്ഥം കൂടെ അടുത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നത് താൻ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളിലൂടെയാണ്, ശ്ലീഹന്മാരിലൂടെയാണ്, അല്ലെങ്കിൽ അയക്കപ്പെട്ടവരിലൂടെയാണ്, നേരിട്ട് അല്ല, സഭയിലൂടെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തിബേരിയസ് കടൽത്തീരത്ത് വെച്ച് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, സ്നേഹപ്രഖ്യാപനം 3 വർഷം നടത്തി കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക. അതേപ്പറ്റിയുള്ള ഒരു വ്യാഖ്യാനം പിതാക്കന്മാർ നൽകുന്നത്, എൻ്റെ ആടുകളെ ഇനി മേലിൽ ഞാൻ നേരിട്ടല്ല നയിക്കുന്നത്, നീ വേണം നയിക്കാൻ, നിന്നിലൂടെയാണ് ഞാൻ നയിക്കുക. അതുകൊണ്ട് അത് അപ്പസ്തോലൻ ശ്ലീഹയാണ് പത്രോസ്, ശ്ലീഹന്മാരുടെ ഗണം, സഭയുടെ ഉത്തരവാദിത്വം. അങ്ങനെ അപ്പസ്തോലന്മാരിലൂടെ ഈശോ ഇന്ന് ജനത്തെ നയിക്കുന്നു. ആ അർത്ഥവും കൂടിയുണ്ട് സഭ ശ്ലൈഹികമാണെന്ന് പറയുമ്പം. അത് 12 അപ്പസ്തോലന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല ശ്ലൈഹികം എന്ന് പറയുമ്പം. 12 അപ്പസ്തോലന്മാരുടെ കാലം കഴിയുമ്പം അടുത്ത ആൾക്കാരെ നിയമിച്ചു, അതേയും അടുത്ത ആൾക്കാരെ നിയമിച്ചു. അങ്ങനെ അയക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട, വിളിക്കപ്പെട്ട, അയക്കപ്പെട്ട അനേകരിലൂടെയാണ് ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ അയക്കപ്പെടുന്ന വ്യക്തികളെ നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പം, പരിഗണിക്കാതിരിക്കുമ്പം തമ്പുരാനെ തന്നെയാണ് പരിഗണിക്കാതിരിക്കുക. ഈശോ അപ്പസ്തോലന്മാരെ പ്രസംഗിക്കാൻ അയക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെയാണ് തിരസ്കരിക്കുന്നത്. ലൂക്ക 10:16 തിരുവചനം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവൻ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. അപ്പം ഈശോ അയച്ച ആൾക്കാരെ അവഗണിക്കുമ്പം, നിന്ദിക്കുമ്പം, തിരസ്കരിക്കുമ്പം അവരെ അയച്ച ഈശോയെ തന്നെയാണ്. ഈശോയെ അങ്ങനെ തിരസ്കരിക്കുമ്പോൾ ഈശോ അയച്ച പിതാവിനെയാണ് തിരസ്കരിക്കുന്നത്. ഇതാണ് ഈ അയക്കപ്പെട്ടവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വ്യക്തികളാണ് അയക്കപ്പെട്ട വ്യക്തികൾ. അതുപോലെ തന്നെ ദൈവം ക്രമീകരിച്ച കാര്യങ്ങൾ സഭയിലുള്ളത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വേദികളും മാർഗങ്ങളുമാണ്. ഒരു ദേവാലയം ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥം, തിരുവചനം, ഒരു ക്രൂശിത രൂപം, ഒരു ജപമാല, പരിശുദ്ധ അമ്മയുടെ ശക്തമായ ദൈവകാര്യങ്ങളിൽ ഉപകരണങ്ങളിൽ ഭവിച്ച കാര്യം, അമ്മയുടെ മാധ്യസ്ഥ, ദൈവത്തിൻ്റെ കൃപയൊഴുകുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിശുദ്ധ പ്രാർത്ഥനാ കർമ്മങ്ങൾ, കുർബാനക്രമം, തിരുവസ്ത്രങ്ങൾ, ദൈവത്തിൻ്റെ നാമം പരസ്യമായിട്ട് വഹിക്കുന്ന അഭിഷിക്തർ, സമർപ്പിതർ, ആത്മീയ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, പൊതുവായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന വ്യക്തികൾ, അൽമാരാരുമാകട്ടെ, അവരൊക്കെ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വ്യക്തികളെ ദൈവികമായ ആദരവോടുകൂടി നമ്മൾ സമീപിക്കുമ്പോഴാണ് അവരിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മിലേക്ക് പൂർത്തീകരിക്കപ്പെടുക. അവരിലൂടെ ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കിത്തരുന്ന കൃപാവരത്തിൻ്റെ ഒഴുക്ക് നമ്മളിലേക്ക് കടന്നു വന്ന് നിറയുന്നത് അപ്പോഴാണ്. നമ്മൾ ഇതേപ്പറ്റി ഇപ്പോഴിങ്ങനെ ചിന്തിക്കുന്നത്, ദിവ്യകാരുണ്യത്തെ നമ്മൾ
ദീപികാരനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകമായിട്ട് നമ്മളെ തന്നെ മാറ്റിയിട്ട് നമ്മൾ ജെറിക്കോ പ്രാർത്ഥന നടത്തുമ്പോൾ കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ രണ്ട് കാര്യം ചിന്തിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പോകാൻ എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ദൈവത്തെ ദൈവമായിട്ട് ആദരിച്ചുകൊണ്ട് പോകണം, ദൈവത്തെ ദൈവമായിട്ട് പരിഗണിച്ചുകൊണ്ട് പോകണം. കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾ നീങ്ങുമ്പോൾ ഈശോ സാന്നിധ്യമായിട്ടാണ് പോകുന്നത്. ഈശോ എൻ്റെ കൂടെ ഉണ്ട്, ആ ഒരു പരിഗണന നമ്മൾ കൊടുക്കണം. ഒരിക്കൽ ധ്യാനിച്ചിരുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ആരാധന കഴിയുമ്പോൾ അരളിക്ക എടുത്ത് ആശീർവദിച്ചിട്ട് ഈ അരളിക്ക എടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ അതുമായിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുമോ? പെട്ടെന്ന് മുമ്പിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് അമ്പരന്നു, അത്ഭുതപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവർക്ക് കൊണ്ടുപോകുമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അരളിക്കയായിട്ട് എങ്ങനെ കൊണ്ടുപോകും? ഒരു വ്യക്തി പറഞ്ഞു, അച്ഛൻ തരികയല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ തരാമെന്നല്ലേ പറഞ്ഞത്. ആശീർവാദം നടത്തി കഴിഞ്ഞിട്ട് ഈശോയുടെ തിരുസാന്നിധ്യം അരളിക്ക നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരികയാണ്, കൊണ്ടുപോകുമോ? ഒരാൾ പറഞ്ഞാൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. അപ്പോൾ കൊണ്ടുപോവുകയാണ്, എങ്ങനെയായിരിക്കും നിങ്ങൾ പോവുക? ആ പോക്കെന്ന് ഭാവനയിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അവർ എല്ലാവരും കൂടെ ഭാവനയെ കാണുകയാണ്. അരളിക്ക അച്ഛൻ തിരുവസ്ത്രം എടുത്ത് പിടിക്കുന്ന അരളിക്ക കൈ കിട്ടിക്കഴിയുമ്പോഴും അത് എഴുന്നള്ളിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നീങ്ങുന്ന ആ നീക്കം പള്ളിക്കകത്ത് ചെന്ന് ആനവാദൊക്കെ ചെല്ലുമ്പോൾ അരളിക്കാണ് കയ്യിലിരിക്കുന്നത്. ഒരുപക്ഷെ ആനവാദൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആരെങ്കിലും മിണ്ട സമ്മതിക്കില്ല, ഈശോയെ കൊണ്ട് പോവുകയാണ്. ഒരുപക്ഷെ കൈ കാണിക്കും, രണ്ടുപേർ തിരികെ എത്തിച്ചുകൊണ്ട് പോവാം, അപ്പുറം ഇപ്പുറം നിന്നേ ഈശോയെ കൊണ്ട് പോവുകയാണ്. അങ്ങനെയുള്ളൊരു പോക്ക് നമുക്ക് ഭാവനയെ ചിന്തിക്കുമ്പോൾ അത് ഒരു നടക്കുകയല്ല, അല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ അനുവദിക്കുകയല്ല എന്നൊക്കെ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഓരോ കുർബാന കഴിയുമ്പോഴും ഇതുതന്നെയല്ലേ തമ്പുരാൻ നമുക്ക് ചെയ്തു തരുന്നത്. അൾത്താരയിൽ സംജാതമാകുന്ന ഈശോയുടെ തിരുശരീരം എടുത്ത് സക്രാരി വെക്കുന്നതിന് മുമ്പ് ആദ്യമെടുത്ത് നമ്മളുടെ കരങ്ങളിലേക്ക്, നാവിലേക്ക്, ഈ ശരീരത്തിലേക്കാണ് വയ്ക്കുന്നത്. അരുളിയിരിക്കുന്നിടം. അത് വർക്ക്ഷോപ്പിലുണ്ടാക്കിയ ഈ സ്വർണം പൂശിയ കതിരുകളൊക്കെയുള്ള ആ ഒരു ഇരുമ്പ് കൊണ്ടൊക്കെയുള്ള, സ്റ്റീൽ കൊണ്ടൊക്കെയുള്ള അങ്ങനെയുള്ള സാധനം, അതിലേക്ക് എത്രയോ വിലയേറിയതാണ് തമ്പുരാൻ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ ശരീരം. അവിടുന്ന് കൊതിയോടെ വിഭാവനം ചെയ്ത് സംവിധാനം ചെയ്ത് അരുളിക്ക നാം ഓരോരുത്തരുടെ ശരീരമാണ്. അവിടുന്ന് നിറഞ്ഞ് വസിക്കുന്ന, ആഗ്രഹിക്കുന്ന സക്രാരി നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ കുർബാന സ്വീകരണം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അരളിക്കയുമായിട്ട് നമ്മൾ പള്ളിക്ക് പുറത്തിറങ്ങിയാൽ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു പരിഗണന, ആദരവും ഈശോയുടെ നമ്മുടെ കൂടെയുള്ള സാന്നിധ്യത്തെ നമുക്ക് ഉണ്ടാവണം. രണ്ട് തിരിയും രണ്ട് വശത്ത് കത്തിച്ച് പിടിച്ച് രണ്ട് പൂച്ചെണ്ടുകളും പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്നവരെ ആണെങ്കിൽ കുർബാന സ്വീകരണം കഴിഞ്ഞ് പള്ളിയിൽ നിറങ്ങുന്ന ഓരോ വ്യക്തിയും വീട്ടിലേക്ക് പോകേണ്ടത്. ഞാനിത് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അരൂപിയിൽ ആ ഒരു ഗൗരവം നമ്മൾ എടുക്കണം. സ്വർണം പൂശിയ കതിരുകളൊക്കെയുള്ള അരുളിക്ക കാണുമ്പോൾ വലുതായിട്ട് നമുക്ക് തോന്നുന്നു. അവിടെ നമ്മൾ കൊമ്പിട്ട് ആരാധിക്കുന്നു, കരങ്ങളെടുത്ത് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അതേസമയം അതേ തിരുവോസ്തിരൂപൻ ദീപികാരൻ്റെ സ്വീകാര്യത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിനെ നമ്മൾ പരിഗണിക്കുന്നേയില്ല. അങ്ങനെ പോകുന്നത് എത്രയോ ശോചനീയമാണ്, ഈശോയോടുള്ള നൊമ്പരമാണ്. ദർശനങ്ങൾ കിട്ടുന്ന ഒരു സഹോദരി അവിടെ അനുഭവങ്ങൾ പങ്കുവെച്ചെഴുതുന്ന ഒരു പുസ്തകത്തിൽ അവരെഴുതിയിരിക്കുകയാണ്. ഈശോ പറയുന്നു, ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത വളരെ വേദനാജനകമാണ്. അപ്പോൾ സഹോദരി പറഞ്ഞു, ഈശോയെ അങ്ങ് ഗസമയത്തോടത്തിൽ ഏകാന്തത അനുഭവിച്ചു, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, ഗസമയത്തോടത്ത് ഞാൻ ഏകനായിരുന്നു, കൂടുതൽ അപ്പസ്വരന്മാർ ഉറങ്ങി, ഞാൻ തനിച്ചായിരുന്നു, വല്ലാണ്ട് ഞാൻ ഞെരുങ്ങി. പക്ഷെ അത് കഴിഞ്ഞും ഞാൻ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരി ചോദിച്ചു, എവിടെയാ? ദേവാലയങ്ങളിൽ അല്ലേ? ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ദേവാലയങ്ങളിൽ തിരുവോസ്തിരൂപനായ സക്രാരികൾ ഞാൻ എന്തുമാത്രം വിജനത അനുഭവിക്കുന്നു. ആരും കടന്നു വരുന്നില്ല. രാവിലത്തെ അരമണിക്കൂർ 3/4 മണിക്കൂർ കുർബാനർപ്പണം കഴിഞ്ഞാൽ ദേവാലയങ്ങൾ ഒരു ഭാഗവും അടച്ചു പൂട്ടി കൊണ്ടുപോകുന്നു. ആരും തന്നെ കയറി വരുന്നില്ല. അവിടെ ഞാൻ ഏകാന്തത അനുഭവിക്കുന്നു. ആ സഹോദരി അത് കേട്ടിങ്ങനെ സ്നേഹത്തോടെ ആശ്വസിപ്പിക്കാൻ ഈശോ നോക്കിയപ്പോൾ ഈശോ പറഞ്ഞു, മോളെ അതിനേക്കാൾ വലിയൊരു ഏകാന്തത ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതെവിടെയാണ് കർത്താവേ? അപ്പോൾ ഈശോ പറഞ്ഞു, അനേക മനുഷ്യ ഹൃദയങ്ങളിൽ ദിവ്യകാരുണ്യത്തിൽ എന്നെ സ്വീകരിക്കുന്ന അനേകർ സ്വീകരിക്കുന്ന നിമിഷം ഞാൻ അവരുടെ ഉള്ളിലേക്ക് വന്നു എന്ന കാര്യം മറക്കുന്നു. ഒരു വാക്ക് പോലും എന്നോടവർ പറയുന്നേയില്ല. അനേകർ അവരെന്നെ സ്വീകരിക്കുന്നു എന്ന് പോലും ഓർമ്മിക്കുന്നേയില്ല. പൗശീനയുടെ ഡയറിയിൽ പൗശീന എഴുതുന്നുണ്ട്, ഈശോ പറയുന്നതായിട്ട്,
ജീവനുള്ള ഒരു ദൈവമായിട്ട് കണ്ടുകൊണ്ട് എന്നെ സ്വീകരിക്കുന്ന ഒരു ചുരുക്കമാണ്. അതുകൊണ്ട് അനേകരുടെ ഉള്ളിൽ എനിക്കൊന്നും പ്രവർത്തിക്കാനേ സാധിക്കുന്നില്ല. ഉള്ളത്തിൽ ഇങ്ങനെ ആർക്കും വേണ്ടാത്തവനായിട്ട് ഈശോ ആയിരിക്കുകയാണ്. ഇങ്ങനെ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈശോയുടെ തിരുസാന്നിധ്യം നമ്മുടെ വീടുകളിലും പറമ്പുകളിലും ഒക്കെ തിന്മയെ ദൂരീകരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ, കുർബാന സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ എന്നാണ് ജെറുക്കോ പ്രാർത്ഥന രണ്ടാമത്തെ ഈ ഒരു ഘടകം നമ്മളെ ഓർപ്പിക്കുന്നത്. ജെറുക്കോ പ്രാർത്ഥന നടത്തുമ്പോൾ അതിൻ്റെ എല്ലാ ദിവസവും കുർബാന സ്വീകരണം വേണം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ പ്രാർത്ഥന നടത്തുന്ന അംഗം, വ്യക്തി, വീട്ടിൻ്റെ അംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുന്നെങ്കിൽ ആ കുടുംബങ്ങൾ എല്ലാവരും ഒരുപക്ഷെ, ഇനി എല്ലാവർക്കും പറ്റുന്നില്ല എങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഈ പ്രാർത്ഥന പൂർത്തിയാകുന്നിടം വരെ എല്ലാ ദിവസവും ദേവാലയത്തിലെത്തി കുർബാനയെ സംബന്ധിച്ച് ഒരുങ്ങി ഈശോയെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് തൻ്റെ കൂടെ വരുന്ന ഈശോയുടെ സാന്നിധ്യത്തെ അവർ ആദരവോടെ പരിഗണിക്കണം. ഈശോയെ വെറുതെക്കാരനാക്കരുത്. നമ്മളൊരു ദൂരെയുള്ള സ്ഥലത്ത് കൂട്ടുകാരനെ കാണാൻ വേണ്ടി ചെല്ലുന്നു വിചാരിക്കുക. ആ വ്യക്തിയുടെ കൂടെ ആ നാട്ടുപുറത്ത് നടക്കാൻ പോവുകയാണ്. വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ സുഹൃത്തിൻ്റെ അയൽക്കാരനെതിരെ വന്ന് ഈ സുഹൃത്തുമായിട്ട് മിണ്ടുകയാണ്. അങ്ങനെ മിണ്ടു നിൽക്കുമ്പോൾ ഈ സുഹൃത്ത് നമ്മളെ ഈ അയൽക്കാരനെ പരിചയപ്പെടുത്തുന്നില്ല, നമ്മൾ ആരാണെന്ന് പറയുന്നില്ല, നമ്മോട് ആ സുഹൃത്തൊന്നും മിണ്ടുന്നില്ല. മറിച്ച് ആ കൂട്ടുകാരൻ്റെ അയൽക്കാരനുമായിട്ട് വേറെ വിശേഷം പറയുന്നു, വർത്തമാനം പറയുന്നു, തമാശ പറയുന്നു, ചിരിക്കുന്നു. നമ്മളിവിടെ മാറി ഇങ്ങനെ കയ്യും കെട്ടി ഒറ്റയ്ക്ക് നിൽക്കുക പരിപാടിയിൽ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ അയൽക്കാരൻ പോയി, ഈ കൂട്ടുകാരൻ പിന്നെ മുന്നോട്ട് പോകും, നമ്മൾ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇച്ചിരം കഴിഞ്ഞപ്പോൾ വേറൊരു അയൽക്കാരനെതിരെ വരുന്നു, വഴിയാ വരുന്നു. ഉടനെ നമ്മുടെ സുഹൃത്ത് ആ വ്യക്തിയായിട്ട് സംസാരിക്കുന്ന ഒരു 5-6 മിനിറ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്നില്ല, നമ്മോട് ആ വ്യക്തി മിണ്ടുന്നില്ല, ഹായ് പറയുന്നില്ല. ഇങ്ങനെ 2-3 അനുഭവമായി കഴിയുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? അതിന് മുമ്പ് നമ്മളെന്ത് വിചാരിക്കും? നമ്മളെ പരിഗണിക്കുന്നില്ലല്ലോ, നമ്മളിന്ന് മൈൻഡ് ചെയ്യുന്ന പോലുമില്ലല്ലോ, നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നേ ഇല്ല, അവർ നമ്മളെ നോക്കുന്ന പോലുമില്ല. ഈ മനുഷ്യൻ്റെ കൂടെ ഞാൻ വന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ അതിഥിയായിട്ട് വന്നിട്ട് എന്നെ അവഗണിക്കുകയാണല്ലോ. ഇങ്ങനത്തെ ഒരു അനുഭവത്തിന് പറയുന്നതാണ് ഈ വെറുതെക്കാരനാക്കുക, അന്യനാക്കുക. നമ്മളങ്ങനെ പിന്നെയും ഈ സുഹൃത്ത് പെരുമാറിയാൽ നമ്മൾ ഇട്ടിട്ട് പോകും, നിൽക്കുകയല്ല, വിട്ടുപോയേക്കാന്ന് വിചാരിക്കും. ഈശോയെ നമ്മളിങ്ങനെ വെറുതെക്കാരനാക്കുന്നുണ്ട്, അന്യനാക്കുന്നുണ്ട്. അത് സംഭവിക്കരുത്. അതാണ് കാഹളധ്വനി സദാ മുഴങ്ങി അവിടുത്തെ ദൈവത്തെ ദൈവമായിട്ട് ആദരിച്ചും ആരാധിച്ചും ഏറ്റുപറഞ്ഞുകൊണ്ട് പോകണം. പ്രവാചകനെ പ്രവാചകനായിട്ട് പരിഗണിക്കുമ്പോഴാണ് പ്രവാചകൻ്റെ കരുത്ത് അവിടെ പ്രകടമാകുന്നത്. ദൈവത്തരനായിട്ട് പരിഗണിക്കുമ്പോഴാണ് ദൈവത്തരൻ്റെ കരുത്ത് പ്രകടമാകുന്നത്. അച്ഛനായിട്ട് പരിഗണിച്ചപ്പോൾ അത് കിട്ടുന്നില്ല. ഡോളർ നോട്ട് പരിഗണിച്ച് സൂക്ഷിച്ചെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കരുത്തുണ്ടാകും. പണമായിട്ട് കരുതിയാൽ പോരാ. നമ്മൾ ദിവ്യകാരുണ്യത്തെ ഈ രീതിയിൽ നമുക്ക് ആദരവോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ജെറുക്കോ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ഒരു ചിന്ത എടുക്കുകയായിരുന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരിക്കണം. തമ്പുരാൻ്റെ സാന്നിധ്യം ആദരവോടെ സംവഹിച്ചുകൊണ്ട് വേണം നമ്മൾ ജെറുക്കോ പ്രാർത്ഥനയ്ക്ക് നീങ്ങാൻ. കുർബാന സ്വീകരിച്ച് പ്രധാന വാഗ്ദാന പേടകമാകാം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അവിടുത്തെ ദൈവമായിട്ട് ആദരിച്ചുകൊണ്ട് നീങ്ങാനായിട്ട് സാധിക്കുക. ആ ആദരിക്കലിൽ പ്രാർത്ഥന വേണം. നമുക്കതേക്കുറിച്ച് അടുത്തൊരു അവസരത്തിൽ ചിന്തിക്കാം. ഇപ്പോൾ നമുക്കൊരു നിമിഷം തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ തൃപാദങ്ങളിലിരുത്തി ദൈവരായത്തിൻ്റെ രഹസ്യങ്ങൾ പകർന്നു തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെയുള്ള അങ്ങയുടെ തിരുസാന്നിധ്യം ദിവ്യകാരുണ്യം വഴി ഓരോ ദിനവും ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളിലേക്ക് കടന്നു വരുന്ന അങ്ങയുടെ തിരുസാന്നിധ്യത്തെ യോശുവയോട് ദൈവം അന്ന് പറഞ്ഞു, കാഹളധ്വനി സദാ മുഴക്കിക്കൊണ്ട് വേണം വാഗ്ദാന പേടകം സംവഹിക്കുവാൻ ജെറുക്കോ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ദൈവികാരുണ്യ സ്വീകരണം വഴി അങ്ങ് കടന്നു വരുമ്പോൾ അങ്ങേ ഞങ്ങൾ വെറുതെക്കാരനാക്കരുത്, അവഗണിക്കരുത്. അങ്ങയെ പരിഗണിച്ചുകൊണ്ട് വേണം ഞങ്ങൾ നീങ്ങാൻ. പ്രവാചകനെ പ്രവാചകനായിട്ടെന്നതുപോലെ അങ്ങയെ ദൈവപുത്രനായിട്ട് ആ തിരുവോസ് സ്വരൂപനായും കടന്നു വരുമ്പോൾ ആ തിരുവോസിൽ അങ്ങനെ സജീവ സാന്നിധ്യം തിരിച്ചറിഞ്ഞും ആദരവോടെ ഒരുങ്ങി ഉള്ളൊരുക്കി അങ്ങയെ സ്വീകരിക്കാനുള്ള ആ ഒരു വെളിച്ചം, കരുത്ത്, ജാഗ്രത, ശ്രദ്ധ ഞങ്ങൾ എടുക്കുമ്പോഴാണ് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കുക എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ എളിമയോടെ വിശ്വാസത്തോടെ കർത്താവെ അങ്ങയുടെ തിരുവചനത്തെ സ്വീകരിക്കുന്നു. കർത്താവായ ദൈവമേ, പൈസ കത്തോലിക്ക സഭയിൽ എളിദാസനെ കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന് അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗമൺ മണ്ഡലം ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും പങ്കുവയ്ക്കപ്പെട്ട വചനങ്ങൾക്കായിട്ട് ഉള്ളു തുറന്ന് എളിമയോടെ തുറവയോടെ അങ്ങയുടെ സ്പർശനത്തിനായിട്ട് കാത്തിരിക്കുന്ന മക്കളുടെ അങ്ങയുടെ നാമത്തിൽ കരമൊരു ദാസൻ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ സ്വീകരണം വഴിയുള്ള അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ
നിറഞ്ഞ കൃപ ഈശോയെ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ. അതിൻ്റെ കരുത്തോടുകൂടെ ഇവരുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിലേക്ക് അങ്ങയുടെ സാന്നിധ്യം ഇറക്കി ശക്തമായ സമ്പൂർണ്ണമായ വിടുതൽ സ്വന്തമാക്കാൻ അതുവഴി ഇവർക്ക് സാധിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.